ഹായ് ചങ്കളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം വന്നാൽ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ശർക്കര വരട്ടി. എന്നാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കിയാൽ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല. എന്നാൽ ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന ചില ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കോ. പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഓണത്തിന് വീട്ടിൽ തന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ആ ഓണം സ്പെഷ്യലായിട്ടുള്ള ശർക്കര വരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 4 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 700 ഗ്രാം ഉണ്ടാവും. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ നന്നായി മൂത്ത കായാണ് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. തൊലി പൊളിച്ച കായ പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് കലക്കി വയ്ക്കാം. കായ തൊലി പൊളിച്ച് പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കായയുടെ 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. ഇനി തൊലി കത്തി കൊണ്ട് ചെറുതായിട്ട് വരഞ്ഞ് പൊളിച്ചെടുക്കാം. അതുപോലെ തന്നെ കയ്യിൽ കറയാവാതിരിക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ തടവിയാലും കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ കായയും തൊലി മാറ്റി എടുത്തിട്ടുണ്ട്. കായ അരിയുന്നത് മുമ്പ് തന്നെ ഒരു സ്പൂൺ കൊണ്ട് കായയുടെ മുകളിൽ ഇതുപോലെ ചീവി കൊടുക്കുകയാണെങ്കിൽ അഥവാ തൊലിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് കായ അരിഞ്ഞെടുക്കാം. അതിനായി ആദ്യം കായ നീളത്തിൽ 2ആയി കീറാം. ചെറിയ ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കായ 4ആയിട്ടും കീറാവുന്നതാണ്. ഇനി നമുക്കിത് വട്ടത്തിൽ മുറിച്ചെടുക്കാം. കായ വട്ടത്തിൽ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഫ്രൈ ചെയ്യുമ്പോൾ ഉൾഭാഗം നല്ലപോലെ ഫ്രൈ ചെയ്ത് കിട്ടാൻ അധികം കനം ഇല്ലാത്തതാണ് നല്ലത്. ഞാനിവിടെ 1/4 ഇഞ്ച് കനത്തിനാണ് മുറിക്കുന്നത്. ഈ ഒരു കനം മതിയാവും. കനം കുറഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് 5 മിനിറ്റ് സമയം വരെ ഇങ്ങനെ തന്നെ വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം കായ നന്നായി കഴുകിയെടുക്കാം. കായ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കായയുടെ കറ പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഇത് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കാം. കറയെല്ലാം പോയി വെള്ളം ഇതുപോലെ നന്നായിട്ട് തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു അരിപ്പ പാത്രയിൽ വയ്ക്കാം. ഇനി കുറേ നേരം പുറത്ത് വെച്ചാലും കായ കറുത്തു പോകില്ല. ഇതിൻ്റെ വെള്ളം പൂർണ്ണമായും വടിഞ്ഞു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് മറ്റ് ചേരുവകൾ തയ്യാറാക്കാം. ആദ്യം നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായ അരി വറുത്തെടുക്കാം. അതിനായി അടി കട്ടിയുള്ള ഒരു ചട്ടി ചൂടാക്കി 1/4 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം. അരി വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 മിനിറ്റ് കഴിഞ്ഞ് മാത്രം വീണ്ടും ഇളക്കുക. തുടർച്ചയായി ഇളക്കിയാൽ അരി പൊരിഞ്ഞു വരാതെ കരിഞ്ഞു പോകും. ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഇളക്കി അരി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അരിയൊക്കെ പൊരിഞ്ഞ് അതിൻ്റെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരിയുടെ ചൂട് മാറിയാൽ നമുക്കിനി ഇത് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 5 ഏലക്കയുടെ കുരു, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെയെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി കായ വറുത്തെടുക്കാം. അതിനായി ഇവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കായ എണ്ണയിലേക്ക് കോരിയിടാം.
എണ്ണയിൽ കായ ഇട്ടുകൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ വിതറിക്കൊടുക്കണം. ഇല്ലെങ്കിൽ കായ തമ്മിൽ ഒട്ടിപ്പോകും. കായ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ: കായ എണ്ണയിൽ ഒരുപാട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഫ്രൈ ആവുന്നതിന് പകരം കായ വെന്തുപോകും. കായ എണ്ണയിൽ കുറേശ്ശെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം കായ തമ്മിലൊട്ടാതെ വേറെ വേറെ ആയിട്ടുണ്ട്. ഇനി ഇതെപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കുക. തീ കൂടുകയാണെങ്കിൽ കായയുടെ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആവുകയും അകം ഫ്രൈ ആവാതിരിക്കുകയും ചെയ്യും. നമ്മളിവിടെ 700 ഗ്രാം കായിലാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ 500 ഗ്രാം വരും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി വിജയിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടാക്കുമ്പോൾ കൂടുതലായി ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. നന്നായി ഉണ്ടാക്കിയാൽ ശർക്കര വരട്ടി കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. 20 മിനിറ്റിന് ശേഷം കായ ഇതുപോലെ ഫ്രൈ ആയി കിട്ടും. കായ നന്നായി ഫ്രൈ ആയതെന്ന് തോന്നിയാൽ പോലും അതിൻ്റെ ഉൾഭാഗം ഇപ്പോഴും ഫ്രൈ ആയി കാണില്ല. ഇതിൽ ഒരെണ്ണം എടുത്ത് ചെറുതായി ചൂടായതിനു ശേഷം ഒന്ന് കടിച്ചു നോക്കാവുന്നതാണ്. അതിൻ്റെ ഉള്ളിനുള്ളിൽ നല്ല ക്രിസ്പി ആകണം. ഇല്ലെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ക്രിസ്പി അല്ലാതെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ ചൂടിൽ ഇത് സാവധാനം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കായ അരിയുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാലും ഉള്ളു ഫ്രൈ ആകില്ല. അതുകൊണ്ട് ഒരേ വലുപ്പത്തിൽ ചെറുതായിട്ട് തന്നെ അരിയാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കിയപ്പോൾ ഉള്ളൊക്കെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇപ്പം കായയുടെ നിറവും ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത കായ എണ്ണയിൽ നിന്നും കോരിയെടുക്കുമ്പോൾ അധികം എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മീഡിയം തീയിലേക്ക് വയ്ക്കുന്നത്. ചൂട് കൂട്ടി വെച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ ചേർക്കരുത്. ഇനി നമുക്കിതിനെ ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ പലർക്കും ശരിയാവാതെ വരുന്നത് ഇനി അങ്ങോട്ടാണ്. ഇനിയുള്ള സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇപ്പോൾ തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ആദ്യം ശർക്കര പാനി കുറുക്കി ഇതിൻ്റെ ജലാംശം മാക്സിമം ഒഴിവാക്കണം. ശർക്കര പാനിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ക്രിസ്പി ആയിരിക്കില്ല. അതിനായി ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കി ഇതിൻ്റെ പാകം അറിയണം. അതിനായി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്ന് അല്പം എടുത്ത് ചൂട് മാറിയതിന് ശേഷം വിരലുകൾ കൊണ്ട് ഇതുപോലെ തൊട്ട് നോക്കാം. ഇപ്പോൾ പാനി ഒരു നൂൽ പരുമായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കുറുക്കിയെടുക്കാനുണ്ട്. ഏകദേശം 1 മിനിറ്റും കൂടി നമ്മളിവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു നൂൽ പരുവത്തിൽ നിന്നും അല്പം കൂടെ കൂടിയിട്ടുണ്ട്. ഇനിയും ഏകദേശം 1 മിനിറ്റും കൂടെ നമുക്ക് പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും 1 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ വിരലുകൾ തമ്മിൽ ഒട്ടുന്ന പരുവമായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കായ ശർക്കരയുടെ എല്ലാ ഭാഗത്തുമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും പരമാവധി നിരത്തി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വച്ചിരിക്കുന്ന കോട്ടിങ് ചേർത്ത് കൊടുക്കാം. പൊടി ഒറ്റയടിക്ക് ചേർക്കാതെ ഘട്ടം ഘട്ടമായി ചേർക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പൊടി വിതറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ നേരം ഇളക്കിക്കൊണ്ടിരിക്കരുത്. പൊടി ഏകദേശം എല്ലാ സ്ഥലത്തുമായാൽ ഇനി നമുക്കിത് നിർത്തി വയ്ക്കാം. വീണ്ടും ആദ്യത്തെ പോലെ തന്നെ പൊടി വിതറാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടി വിതറി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയം തമ്മിലൊട്ടിയിരിക്കുന്നത് കാണുകയാണെങ്കിൽ വിടിവിച്ച് കൊടുക്കാം. ഈ സമയത്തെല്ലാം സ്റ്റൗ ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. വീണ്ടും ഇളക്കി നിരത്തി വയ്ക്കാം. ഇനിയും നമുക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഒട്ടിയിരിക്കുന്നതെല്ലാം വിടിവിച്ച് കൊടുക്കാം. പിന്നീട് ശർക്കര വരട്ടി എല്ലാം ഒട്ടിയിരിക്കും. ഇപ്പോൾ പൊടി കായയുടെ എല്ലാ ഭാഗത്തുമായിട്ടുണ്ട്.
തമ്മിൽ ഒട്ടാതെ ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും പൊടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പൊടി മുഴുവൻ ചേർക്കണമെന്നില്ല, ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഓണത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണസദ്യയ്ക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ശർക്കര വരട്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബൈ ബൈ.